ഹലോ. അപ്പോൾ ഇന്ന് നാടനായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എന്നാൽ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനാദ്യം കുറച്ച് നെല്ലിക്ക, ഞാൻ 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ട് പുഴുങ്ങിയിട്ട് ഇങ്ങനെ കഷ്ണം മുറിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് ഒരു പാൻ എടുത്തു, അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ച് ഉലുവ ഇട്ടു, പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളുള്ളി ഇട്ടു ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മുളക് പൊടി, ഞാൻ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണും പിന്നെ എരിവില്ലാത്തത് 2 ടീസ്പൂണും ഇട്ടു. അത്രയും മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെല്ലാം ഒന്ന് ഇളക്കും. എന്നിട്ട് നമ്മൾ നല്ലോണം അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തണം എണ്ണ അധികം ചൂടാവുന്നില്ല, അതായത് നമ്മളെ പൊടികളൊന്നും കരിയുന്നില്ല, പെട്ടെന്ന് കരിയും കേട്ടോ. അപ്പം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓഫാക്കി വെക്കാം, ഓഫാക്കിയിട്ട് ഇങ്ങനെ ഇളക്കാനും മതി. ഓക്കെ, അപ്പോൾ ഒന്ന് ഇളക്കി കഴിഞ്ഞ് ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചേർത്ത് വെച്ച ഇതില്ലേ, അരിഞ്ഞ് വെച്ച നെല്ലിക്ക ഇതിലോട്ട് ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കായപ്പൊടി, ഞാൻ പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, കായപ്പൊടി ഇതിലിട്ടാൽ മതി. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ കായപ്പൊടി അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ ഇപ്പം വലിയ ഉണ്ട കായാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളത് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു, വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി നേരം വെള്ളം, പിന്നെ ഇത്തിരി വിനാഗിരി ഒഴിച്ചു, കേടൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചേ വിനാഗിരി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കേട് വരുമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇത് രണ്ടും കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ വെച്ച് ഒന്ന് ഇളക്കി, ആ വെള്ളമൊക്കെ ഒന്ന് കുറുകണ വരെ. ചിലർക്ക് ഇപ്പോൾ കുറേ വെള്ളമുള്ള അച്ചാറായിരിക്കും വരിക, അങ്ങനെയാണെങ്കിൽ വെള്ളം കുറച്ച് അധികം ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം കുറേ കാലം നമുക്ക് കേട് കൂടാണ്ട് വെച്ച് സൂക്ഷിക്കാവുന്നൊരു അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടി അമർത്താൻ മറക്കരുത്, എന്നാലെല്ലാം നോട്ടിഫിക്കേഷൻ വരും. Thank you for watching my video.